ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് ഒരു വൺ ഡേ ടൂറാണ്. നമ്മൾ സ്വന്തം വയനാട്. നമുക്കിന്ന് പോകാം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ വിട്ടു. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം തൈശ്ശേരിയിലാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ഷോപ്പൊന്നും തുറക്കാനായിട്ടില്ലല്ലോ, അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടേക്ക് കാണുന്നത്. ഇങ്ങനെ ഇരുട്ടിയിട്ട് ഷോപ്പൊന്നും തുറക്കാണ്ട്. ഗൈസ്, നമ്മൾ 5 മണിക്കാണ് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് കോട കണ്ടിട്ടാണ് 5 മണിക്ക് ഇറങ്ങിയത്. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഫുള്ളും ലൈറ്റ് കത്തിച്ചിട്ട് ക്ലോക്ക് ടവറാണ് ഇത്. ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഫസ്റ്റാണ് ഇത് ഇങ്ങനെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലേക്ക് കയറി. ഞാനിപ്പോൾ ഉറങ്ങുമെന്നാണ് തോന്നുന്നത് അവിടെ എത്തുമ്പോഴേക്ക്. പക്ഷേ ഞാൻ രാവിലെ അങ്ങനെ എണീച്ചതാ, രാവിലെ തന്നെ. ഗൈസ്, ഞാൻ 9 മണിക്ക് എണീക്കല്, ഇന്ന് 5 മണിക്ക് എണീച്ചുകൊണ്ട് ക്ഷീണമുണ്ട്. ഗൈസ്, ഞാൻ കുറേ ദൂരെ എത്തിയത് കൊണ്ട് ഛർദ്ദിച്ചു. ഗൈസ്, ഞാൻ കാണാണ്ട് എൻ്റെ ഉമ്മ ഇരിക്കുന്ന ഗൈസ്, എനിക്ക് ദേഷ്യം പിടിച്ചിനെ ഗൈസ്. നമുക്കെന്നെ കോട കാണാൻ കഴിയില്ല ഗൈസ്. ഇവിടെ ഫുള്ളും വെയിലൊക്കെ വന്നു. ഞാൻ തന്നെ അതിൻ്റെ കാരണം. ഞാൻ ഛർദ്ദിച്ചു വയ്യരികുന്ന്, അതുകൊണ്ട് നമ്മൾ വണ്ടി സ്ലോ ആക്കി. അതുകൊണ്ട് എന്തായാലും എനിക്ക് കോട കാണാൻ കഴിയില്ല ഗൈസ്. ഗൈസ്, നമുക്കെന്നെ കോട കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട്. എന്നാലും നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നില്ലേ, അതിനൊരു സന്തോഷമുണ്ട് ഗൈസ്. ഗൈസ്, നമ്മൾ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം കണ്ടു, പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഗൈസ്. ഞാൻ ഛർദ്ദിച്ചുകൊണ്ട് ക്ഷീണം കാരണം വണ്ടിയിലിരുന്നു. ഇതെൻ്റെ ഉമ്മയും ഉപ്പയാണ് വീഡിയോ എടുത്തത്. ഗൈസ്, അത് മലകളെടുത്ത് കോട കാണാൻ പറ്റുന്നില്ല. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം കോട കാണുന്നു, പക്ഷെ എനിക്കറിയില്ല. കുറച്ച് കോട കണ്ടില്ലേ നിങ്ങൾ? ഗൈസ്, എനിക്ക് വയനാടിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല. അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ് ഇത് വയനാട്. ഗൈസ്, ഇവിടെ കണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തെല്ലാം കുറേ മരങ്ങളും പിന്നെ കുറേ കുന്നെല്ലാം കാണുന്നുണ്ട്. ഇതിലൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഗൈസ്.
ഇവിടെ വെയിലുണ്ടെങ്കിലും ചൂട് അറിയുന്നില്ല, ഭയങ്കര തണുപ്പാണ്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് അടിപൊളി സ്ഥലത്താണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ വ്യൂ കാണിച്ചു തരാം. ഗൈസ്, ഇത് കണ്ടോ, അവിടെയെല്ലാം കോടമഞ്ഞാണ്, ഫുള്ളും കാടാണ് വരുന്നത്. ഗൈസ്, നമ്മളിപ്പോ കുറ്റ്യാടി ചുരമെത്തി. ഞാൻ ഇടയ്ക്ക് കുറച്ച് ചത്തിക്കെല്ലാം ചെയ്തു, ഇപ്പൊ റെഡിയായി. ഭയങ്കര കാറ്റാണ് ഇവിടെ. എന്റെ ഹെയർ സ്റ്റൈലെല്ലാം പോയി. ഗൈസ്, നമ്മൾ ഇവിടെ ഒരു ഷോപ്പ് കണ്ടു. മുളയരി പായസം കാടമുട്ടയാണ് ഇവിടെ ഇല്ലേ. എനിക്ക് ഇഷ്ടമല്ല, എന്നാലും എൻ്റെ ഉപ്പ തിന്നും. നമ്മൾ വയനാട് വന്നാൽ ചെയ്യുന്ന സംഭവമാണ് മുളയരി പായസം ഒന്ന് കുടിക്കല്. നമുക്കെന്നാ പോകാം. ചിക്കൻ ചുട്ടതുണ്ട്, ഗ്രില്ലിൽ ചുടുന്നു, ബീഫ് ഗ്രില്ലിൽ ചുടുന്നു, മുയലിറച്ചി, കാടമുട്ട കബാബ്, അവിടെ ഫോട്ടോ ഉണ്ട്. ഇതിന്റെ മുകളിൽ 5 മുട്ട ഉണ്ടാവും, അവിടെ ഫോട്ടോ കാണിക്കുന്നത്. ഇത് മുട്ടയിൽ ഉടച്ച് വാർന്നിട്ട് 5 ഇങ്ങനെ കൊടിയിലുള്ള കുരുമുളക് ഉപ്പും ഇട്ടിട്ട് വെറൈറ്റി സാധനമാണ്. ഇതേതാ സ്ഥലം? ഇത് നിലവിൽപ്പുഴ. നിലവിൽപ്പുഴയിലെ അസീസ് ഖാന്റെ കടയിലാണ് കാടമുട്ട, പിന്നെ അതേപോലെ ചിക്കൻ, ബീഫ്, ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസും ഇവരെടുത്തുണ്ട്. ഇത് നമ്മൾ വയനാട് പിന്നെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറ്റ്യാടി വഴി വരുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൽ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പാണ്, എന്നാലും നമുക്ക് പിന്നെ നല്ല ടേസ്റ്റി ഒരു ഇതാണ്. അപ്പോൾ ഈ മുളയരി പായസം നമുക്ക് ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തോക്കാം അതെ. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതെങ്ങനെ ഈ മുളയരി പായസം എന്ന് പറയുന്നത് എത്രയാണ്, എങ്ങനെയാണ് റേറ്റ്? എങ്ങനെയാണ് പായസം എന്ന് പറയുമ്പോൾ ഇതിന് 30 രൂപയാണ്. 30 രൂപ. 1000 രൂപയാണ് 1 കിലോ. 1 കിലോ ഈ അരിക്ക്, മുളയരി പായസത്തിന്റെ അരിക്ക്. ഈ അരി പൂക്കുന്നത്. ഓക്കെ ഓക്കെ, 30 വർഷം അതെല്ലേ. ഇത് കുറഞ്ഞ 30 വർഷം കഴിഞ്ഞാൽ അരി നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ. ഷുഗറിന്, എല്ലിന്റെ തേയ്മാനങ്ങൾക്ക് നല്ലതാണ്. ഇത് എത്ര ആൾ കൊണ്ടുവന്നുണ്ട്? അതെല്ലേ. ആ ഈ അരി കഞ്ഞി വെച്ച് കുടിക്കാം. ഓക്കെ, മൂപ്പര് പറഞ്ഞത് ഇതിന്റെ വില ഈ ഒരു ഗ്ലാസ് മുളയരി പായസത്തിന് അവർ ഈടാക്കുന്ന വെറും 30 രൂപയാണ്. അപ്പോ 1 കിലോ അരിക്ക് 1000 രൂപയാണ്. 30 വർഷം കഴിയുന്നവരാണ് ഇത് പറിക്കാൻ പറ്റും.
ആ ഈ ഒരു അരിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് 30 വർഷം കഴിഞ്ഞാലാണ് ഈ മുളയരി എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്. അങ്ങനെ ഒരു അറിവ് കൂടി നമുക്കിപ്പോ ഇതിലിപ്പോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ നിലവൽ പുഴ വഴി വരുമ്പോ ഇവിടെ കയറാൻ മറക്കരുത്. ഓക്കെ. പിന്നെ ചിക്കന് ബീഫ് ഇത് നമ്മൾ ഇതിന്റെ മുകളിൽ ചുറ്റിച്ചത്. പിന്നെ ഇതിന് സാധാ മുട്ട കൊള്ളിന്റെ മുകളിൽ ഐസ്ക്രീം പോലെ വരും. ഒരു കൊള്ളി വെച്ചിട്ട് ഈ 2 മുട്ട പോലെ. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ RKG ആണ് ഉപയോഗിക്കാൻ. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. RKG ഇടും. എന്നതിന് ശേഷം കൊള്ളി വെക്കും. പിന്നെ എന്നതിന് ശേഷം പിന്നെ മുട്ട വാരും. കാടമുട്ട. എന്നതിന് ശേഷം കുരുമുളക്, ഉപ്പ്, ജീരകപ്പൊടിയും ആ കരിയും വെച്ചാൽ ഇപ്പൊ സംഭവം റെഡിയായി. ഇതിപ്പോ നമ്മള് പറഞ്ഞ ഇതിന്റെ പേരെന്തേനും കാടമുട്ട കബാബ് എന്നാണ് ഇതിന്റെ പേര്. ഇതിപ്പോ മൂപ്പര് സെറ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ബോർഡിൽ അതിന്റെ പിക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇതാണ് സംഭവം. അസീസ്ക്കപ്പോ നമ്മളൊരു കാടമുട്ട കബാബ് കൂടി ഇതിൽ ഇപ്പൊ വാങ്ങിയിട്ടുണ്ട്. മുളയരി പായസത്തിന്റെ കൂടെ തന്നെ. ഗായ്സ് എനിക്കത് ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയതാ ഗായ്സ്. നമ്മളെ കാറ് മണ്ണിന്റെ അടുത്ത് നമ്മളെ കാറ് ഗായ്സ് നമ്മൾ ബാണാസുര ഡാമിലും പിന്നെ എൻ്റെ ഉപ്പാൻ്റെ കുടുംബ വീട്ടിലുമാണ് പോയത്. ഇപ്പം ഇലക്ഷൻ്റെ ഭാഗമായതുകൊണ്ട് എവിടെ കാണുമ്പോൾ കൊടിയും പിന്നെ ഫ്ലക്സെല്ലാം ഒട്ടിച്ചതാണ് കാണുന്നത്. ഗായ്സ് നിങ്ങൾ കണ്ടോ? കൊടികൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഗായ്സ്. നമുക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൈഡാക്കാൻ പറഞ്ഞു. ഞാനൊന്ന് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർത്താൻ പറഞ്ഞു. അടിപൊളി സ്ഥലം. ഇവിടെ ആദിവാസികളുള്ള സ്ഥലമാണ് അപ്പുറത്തെ സൈഡ്. പക്ഷെ സൂപ്പറാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകാണ്ടിരുന്നത് ആദിവാസികൾ എന്നെ എന്തെങ്കിലും ചെയ്യാന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പേടിയായോണ്ട് പോകാണ്ടിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നു. നമുക്കെന്നാ ഗോ.
ഉപ്പാൻ്റെ വീട്ടിലെത്തി. ഇവിടെ കണ്ടോ കുറേ കാപ്പിൻ്റെ കുരുകൾ. ഈ കാപ്പികൾ കുരു ഉണക്കിയിട്ടാണ് കാപ്പി ഉണ്ടാക്കൽ. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. ഗൈസ്, ഇവിടെയുള്ള മരങ്ങളെല്ലാം ബട്ടറാണ്. ബട്ടർ ഇവിടെ ഷോപ്പിലെല്ലാം കൊടുക്കലുണ്ട്, ഇവർ പറഞ്ഞതാണ്. നിറച്ചും പൂവിട്ടിന്. കുറച്ചും കൂടി ആണെങ്കിൽ ഈ ബട്ടർ എങ്ങനെയാകുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇവരിവിടെ കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് കാപ്പിയും വാഴയാണ്. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിനി ബാണാസുര ഡാമിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോയിൽ ഇട്ടാൽ നിങ്ങൾക്കത് രസം പോയിക്കില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. ഇതെൻ്റെ ഉപ്പാൻ്റെ വീട്ടിലത്തെ കുട്ടിയാണ്. ഇവൻ്റെ പേര് കുട്ടു എന്നാണ്. എല്ലാ വീഡിയോ ഒരുമിച്ചിട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. അടുത്ത വീഡിയോ ഞാൻ ബാണാസുര ഡാമിൻ്റെ വീഡിയോ ഞാൻ അടുത്തിടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.